ഞാൻ ഓൺലൈനിൽ നടക്കുന്ന ഒരു ചീറ്റിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓൺലൈനിൽ ഒരുപാട് ചീറ്റിങ് നടക്കുന്നുണ്ട്. കുറേ ആൾക്കാരുടെ സമ്പാദ്യം മുഴുവൻ, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് മണി, അങ്ങനെ എല്ലാം പോകുന്നുണ്ട്. അതുപോലെ ഒരു ചീറ്റിങ്ങാണിത്. ആ ഒരു മാഗ്നിറ്റ്യൂഡിലുള്ള ചീറ്റിംഗ് അല്ല, അത്ര എമൗണ്ടൊന്നും ചീറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ഇത് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് എല്ലാ ഗ്രൂപ്പിലും കറങ്ങി നടക്കുന്നതാണ്. ഇതിൽ പറയുന്നത്, ഇത് ഫേസ്ബുക്കിലാണ്. അർജൻറ്റ് സെയിൽ, ആളുടെ പേരും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് സെല് ചെയ്യണം. ഞാൻ CSFൻ്റെ ഓഫീസറാണ്, അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആയിന്ന്. ഓക്കെ, ഒരുപാട് ഐറ്റംസ്. AC സാംസങ് 1.5 ടൺ 12,000, സോഫ സെറ്റ് 9,000, വാഷിംഗ് മെഷീൻ 5,000, ഡബിൾ ബെഡ് 7,000, LED TV 6,000, ഇൻവെർട്ടർ പ്ലസ് ബാറ്ററി 8,000. ഓക്കെ, അതിൻ്റെ കൂടെ പ്രൈസും ഫോട്ടോയും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. സോഫ, ബാറ്ററി. ഓക്കെ, എന്നിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് 10% അഡ്വാൻസ്, 10% അഡ്വാൻസ്, ബാക്കി പേയ്മെൻറ്റ് ഡെലിവറി കഴിഞ്ഞിട്ട്. ഇത് കാണുമ്പോൾ, വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ചീറ്റിംഗ് ആണെന്ന്. പക്ഷേ ഇതിൽ വീഴുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് പ്രായമായ ആൾക്കാരും ഈ അടുത്ത കാലത്ത് മാത്രമായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്ത് തുടങ്ങിയ ആൾക്കാരും പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവർക്കിപ്പോഴാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അവർക്കിതൊന്നും പെട്ടെന്ന് മനസ്സിലാകില്ല. അവർക്കിതൊന്നും അത്ര അറിയില്ലല്ലോ. അപ്പോൾ അവർ നോക്കുമ്പോൾ നല്ല സാധനങ്ങൾ, ഭയങ്കര വിലക്കുറവ്, 10% അഡ്വാൻസ് കൊടുത്തേക്കാം, ബാക്കി സാധനം വന്നു കഴിഞ്ഞിട്ടല്ലേ. 10%, ഇത് മൊത്തം 65,000 രൂപ സാധനങ്ങളുണ്ട്. 10% അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ പറയായിരിക്കും, ഓക്കെ 5,000 രൂപ അഡ്വാൻസ് തന്നാൽ മതി, ബാക്കി സാധനങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട്. അതേ ഉള്ളൂ, നിങ്ങളുടെ ആ പൈസ പോയതാണ്. അപ്പോൾ ഇതിലൊന്നും ആരും വീഴരുത്. ഇത് ശരിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം ഇത് ചീറ്റിംഗ് ആണെന്ന്. പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അറിയാമല്ലോ, എല്ലാവരും കയ്യിൽ ഫോൺ, ഇൻ്റർനെറ്റ്, എല്ലാവരും ഫേസ്ബുക്കൊക്കെ തുടങ്ങി. പ്രായമുള്ള ആൾക്കാരും അത്ര ഓൺലൈൻ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ അവരൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് വീഴുന്നുണ്ടാവും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണം.